ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ഇവിടെ ജയശങ്കർ ഒരു ചർച്ചയിൽ പറയാണ്, ഇപ്പൊ ഒരു മന്ത്രിയുടെ ബന്ധു രാജിവെച്ചല്ലോ. രാജിവെക്കും മുമ്പ് അദ്ദേഹം പറയാണ്, നമ്മൾ പണ്ടൊരു മന്ത്രിയുടെ ബന്ധു നിയമനം വന്നപ്പോ അയാളെ രാജിവെക്കാൻ വേണ്ടി നമ്മൾ 11 ദിവസം തുടർച്ചയായി ചർച്ച നടത്തിയിട്ടാണ് അയാളെ നമ്മൾ പുറത്താക്കിയത്. എന്നാണ് നമുക്ക് ഇന്നോട്ട് തുടങ്ങാം, ഞാൻ വൈകിട്ട് 8 മണി പോലെ ഉണ്ട്, ആരംഭിക്കാം എന്നാണ് അദ്ദേഹം പറയുന്ന ചർച്ചയില് പരസ്യമായിട്ട് പറയണം. അപ്പോ അതിപ്പോ ഞാൻ തെറ്റാണെന്ന് പറയല്ല, പക്ഷെ നമ്മളൊരു മുൻകൂട്ടി ഒരു ചാനലിന് അല്ല ചാനലിന് ഒരു വലിയ സ്വാധീനമുണ്ട്. കാരണം ചാനലിന് നിങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ട്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താണ് വേണ്ടത്. അല്ലാതെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ പേരിൽ അത് ഉപയോഗപ്പെടുത്തുന്നു പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. ആ പോയിന്റാണ് ഞാൻ ഈ ചർച്ച ഉന്നയിക്കുന്നത്. മാത്രല്ല ഇതിനിടയില് നമ്മൾ 24 തന്നെ ഒരു പരീക്ഷ നടത്തിയായിരുന്നു. ഗോപാലകൃഷ്ണൻ അതിൽ പങ്കെടുത്തുന്ന എൻ്റെ ഓർമ്മ. അതായത് ഞാൻ തന്നെ അവതാരകനായിട്ട് വന്നു കുറച്ച് ദിവസം. വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു സെൽഫ് അച്ചടക്കം പാലിച്ചു. അതായത് ഞാൻ ഇടപെടത്തില്ല, നിങ്ങൾ അഭിപ്രായം പറയൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ അതിൽ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അത് എനിക്കൊന്ന് അന്ന് ഇതേയൊക്കെ വന്നിരുന്നു, സ്വരാജൊക്കെ ആ പ്രോഗ്രാം ഏറ്റവും നന്നായി സ്വരാജ് പെർഫോം ചെയ്തു. ഒരുപക്ഷെ നിലമ്പൂരിലെ പരാജയത്തിന് ശേഷം സ്വരാജ് ആദ്യമായിട്ട് പങ്കെടുത്ത പ്രോഗ്രാം അതായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ സ്വരാജ് അത് ഗംഭീരമായിട്ട് സംസാരിച്ചു ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവരും നന്നായി സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു അജണ്ടയും സെറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വേറൊരാളിനെ പോലെ നിന്നു. നമ്മൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നല്ല. അപ്പോൾ ഈ പലപ്പോഴും സംഭവിച്ചറിയോ സുല്ലേ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അവതാരകന്റെ സ്മാർട്ട്നെസ് കുറഞ്ഞു പോകൂ എന്ന് അവതാരകൻ പേടിക്കുന്നു പോയെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ലെന്നേ. ഇയാൾക്ക് ആകാശോടി വിടാൻ പോകുന്നില്ലല്ലോ.